ഗുഡ് ആഫ്റ്റർനൂൺ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തുവന്ന പ്രധാന വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. അടുത്ത അരമണിക്കൂർ നേരം വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. KSIDCയും അന്വേഷണ പരിധിയിൽ വരും. എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം തെരഞ്ഞെടുപ്പിന് മുൻപ് നിലയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിയുടെ നാവ് ഉപ്പിലിട്ടോ എന്ന സംശയമുണ്ടെന്നും VD സതീശൻ പരിഹരിച്ചു. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ധാരണയിലേക്ക് CPM-ഉം BJP-യും പോവുകയാണ്. കേന്ദ്ര അന്വേഷണത്തിൽ CPIM പ്രതികരിക്കണമെന്നും എക്സാലോജിക്കിന്റെ പ്രവർത്തനം ദുരൂഹമാണെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. വീണ വിജയൻ ആദ്യം തുടങ്ങിയെന്ന് പറയുന്ന കമ്പനി എക്സാലോജിക്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണ് എന്നും ഇത് വഴിവിട്ട പണം സ്വീകരിക്കുന്നതിനും ആ പണം വെളുപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി സാധാരണ ഉണ്ടാകാറുള്ള കടലാസ് കമ്പനികളുടെ സ്വഭാവത്തിലുള്ള ഒരു കമ്പനിയുടെ പ്രവർത്തനം പോലെയാണ് ഔദ്യോഗികമായി വീണ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. എന്നാൽ അന്വേഷണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നതിൽ സംശയമുണ്ടെന്ന് K മുരളീധരൻ MP-യും പ്രതികരിച്ചു. അല്ല, കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലെ അന്വേഷണം എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് ഇവർ തമ്മിലുള്ള അന്തർധാരയെ ആശ്രയിച്ചായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇതിൽ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല. കാരണം കേന്ദ്ര ഏജൻസികൾ ഇവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ കയറേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കയറുമെന്ന് പറയുന്നതല്ലാതെ കയറുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലൊക്കെ നിരത്തി കയറി ഇറങ്ങുക. പക്ഷേ കേരളത്തിൽ ഏതാനും ചില സഹകരണ ബാങ്കുകളിൽ കയറി ഇറങ്ങുന്നതല്ലാതെ മറ്റൊരു നടപടികൾ ഇതുവരെ എടുക്കേണ്ട പോലെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ അന്വേഷണം ഏതുവരെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എക്സാലോജിക്കെതിരായ അന്വേഷണത്തിൽ യാതൊരു ഭയവുമില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കേന്ദ്ര അന്വേഷണത്തിൽ എന്നാൽ മന്ത്രിമാരായ P രാജുവും PA മുഹമ്മദ് റിയാസും പ്രതികരിച്ചിട്ടുമില്ല. ബൽറാം രംഗാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, വളരെ നേരത്തെ തന്നെ ഉയർന്നു വന്നൊരു ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഈ മാസപ്പടി ആരോപണം. അതിലിപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഒരു അന്വേഷണം വരുന്നു. അത് ഏത് ഘട്ടത്തിലാണ്? ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? എന്താണ് അതിൽ നൽകുന്ന ഒരു വിശദീകരണം? ഒപ്പം മറ്റ് പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായി തന്നെ ഇത് പ്രതിപക്ഷം ആയുധമാക്കുന്നുമുണ്ട്. ഇതെല്ലാം BJP-യും CPI-യുമായുള്ള ഒരു ധാരണപ്രകാരമുള്ളതാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്ത് ഉയരുന്നുണ്ടല്ലോ. എന്താണ് ഈ അന്വേഷണം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന പരാതിയെ തുടർന്നാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും CMRL-ലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും ഈ അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണം എന്ന തീരുമാനത്തിലെത്തുകയും ഇതിനായി മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബൽറാം, ഇക്കാര്യത്തിൽ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഏറ്റവും ശക്തമായത്, അതായത് യാതൊരു സേവനവും നൽകാതെ അതിന് ഒരു തുക ഈ കമ്പനി കൈപ്പറ്റി എന്നുള്ളതാണ്. അതായത് സർവീസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു തുക കൈപ്പറ്റി എന്നുള്ളതാണ്. ഇതിൽ ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? ഇപ്പോൾ എന്ത് പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കൃത്യമായി അന്വേഷണം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇറക്കിയിരിക്കുന്നത്?
പ്രജിൻ ഈ കാര്യത്തിൽ നേരത്തെ ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഈ CMRLലെ ചില ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ തന്നെ വീണ വിജയന്റെ കമ്പനിയുമായി CMRLന് കരാർ ഉണ്ടായിരുന്നു എങ്കിലും ഈ കരാറിൽ പറഞ്ഞ സേവനങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നും സേവനങ്ങൾ നൽകാതെ തന്നെ എന്നാൽ പണം കൈമാറിയെന്ന് ഈ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ തന്നെ മൊഴി നൽകിയതായി പരാമർശിക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് മാസപ്പടി എന്ന ഒരു ആരോപണം തന്നെ ഉയർന്നു വന്നത്. ഇക്കാര്യത്തിൽ ഇത്തരത്തിൽ ഈ കമ്പനികൾ തമ്മിൽ കരാർ ഉണ്ടായിരുന്നോ, സാധുവായ കരാറാണോ ഉണ്ടായിരുന്നത്, നൽകാത്ത സേവനത്തിനാണോ ഈ എക്സാലോജിക് പണം സ്വീകരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരാതി ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2013 കമ്പനി ആക്ട് അനുസരിച്ചാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്നും പൊതു താല്പര്യം മുൻനിർത്തി ഈ സ്വകാര്യ കമ്പനികൾക്ക് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താൻ ഈ ആക്ടിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നുമാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ വ്യക്തമാകുന്നത്. ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കാനാണ് 3 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും പ്രൈവറ്റ് കമ്പനികളാണെങ്കിൽ കൂടി പൊതു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഇടപെടാനും അന്വേഷിക്കാനും കഴിയും. അത് നിയമത്തിൽ പറയുന്നുണ്ട് എന്ന കാര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി ആയ എക്സാലോജിക്കിനെതിരെ. ബൽറാം രംഗാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലേക്കാണ്. അവിടെ മകരവിളക്ക് ഉത്സവങ്ങൾക്കുള്ള തുടക്കങ്ങളും അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും. പന്തളം കൊട്ടാരത്തിന് സമീപം പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പന്തളം രാജകുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാകില്ല. രാജപ്രതിനിധിയും ഘോഷയാത്രയെ അനുഗമിക്കില്ല. ശ്രീകുമാറിനും മനീഷ് മഹിപാൽ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ശ്രീത്ത്, ഈ തിരുവാഭരണ ഘോഷയാത്ര അത് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആരൊക്കെയാണ് ഘോഷയാത്രയെ അനുഗമിക്കുന്നത്? ഘോഷയാത്ര ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. അല്പസമയത്ത് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. നേരത്തെ പോലെ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ ഒരംഗം മരിച്ചതിനാൽ കൊട്ടാരത്തിനകത്തും അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിലും ഈ ക്ഷേത്രത്തിലും ഒരു ദർശനം ഇല്ല. തന്നെയുള്ള ഒരു പ്രത്യേക തയ്യാറാക്കിയ പന്തലിലാണ് ഇപ്പോൾ ദർശനം. ശബ്ദത്തിൽ പ്രശ്നങ്ങളുണ്ട് ശ്രീത്ത്. ഞാൻ തിരികെ എത്താൻ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പന്തളത്ത്. പക്ഷേ നേരത്തെ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ രാജകുടുംബാംഗങ്ങളിൽ ഒരാൾ മരിച്ചതിനാലുള്ള പ്രത്യേക ചടങ്ങുകളില്ല. ആ ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര ആരംഭിക്കാൻ പോകുന്നത്. ശ്രീത്ത്, തുടരാം. ഇപ്പോൾ നീരാഞ്ജനം ഒഴിഞ്ഞുള്ള ചടങ്ങ് അവസാനിച്ചു. ഇനി ഇത് പന്തളം രാജപ്രതിനിധി, അതായത് ശുദ്ധിയില്ല എന്ന് ഇവർ പറയുന്ന പന്തളത്തെ ഒരു രാജകുടുംബത്തിലെ ഒരു അംഗം വന്ന് ഇതുപോലെ ഈ തിരുവാഭരണം അവർക്ക് കൈമാറുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ പോകുന്നത് കുളനട ദേവി ക്ഷേത്രത്തിലേക്കാണ്. മറ്റെവിടെയും തിരുവാഭരണം വയ്ക്കുകയില്ല. അവിടെ വെച്ച് തുറന്ന ഒരു ദർശനം കൂടി ഉണ്ടാകും. അതിനുശേഷം പല ക്ഷേത്രങ്ങളിലുള്ള ദർശനത്തിന് ശേഷം വൈകുന്നേരം ഒരു പുതിയ കാവ് ക്ഷേത്രത്തിലായിരിക്കും സമാപനം ഉണ്ടാവുക. വൻ ഭക്തജന തിരക്ക് വരെയാണ് ശ്രീത്തിയാത്താം. ഓഡിയോയിൽ വ്യക്തത കുറവുണ്ട്. മനീഷ് മഹിപാല് കുളനട ക്ഷേത്രത്തിലുണ്ട്. മനീഷ്, ഈ തിരുവാഭരണ ഘോഷയാത്ര അത് ഈ മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഈ തിരുവാഭരണം അവിടെ എത്തിയ ശേഷമാണ് മകരവിളക്കിലുള്ള പ്രത്യേക പൂജകൾ ശബരിമലയിൽ നടക്കുക. വലിയ ഭക്തജനത്തിരക്ക് ഉണ്ട് അനുഭവപ്പെടുന്ന സന്നിധാനത്തും ഒക്കെ തന്നെ. ഇനിയിപ്പോൾ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികൾ പ്രധാനപ്പെട്ടത് എവിടേക്കായിരിക്കും ഇതിന് സ്വീകരണം ഉണ്ടാവുക? ഞാൻ നിൽക്കുന്നത് കുളനട ദേവി ക്ഷേത്രത്തിലാണ്. ഇത്തവണ ഈ തിരുവാഭരണ പെട്ടി തുറന്ന് ഇത് ദർശനം നടത്തുന്ന ആദ്യ കേന്ദ്രം ഇവിടെ വെച്ചാണ്. നേരത്തെ പന്തളം കൊട്ടാരത്തിലും കൊട്ടാരത്തിൻ്റെ സമീപവും ക്ഷേത്ര സന്നിധിയിലുമൊക്കെ തന്നെ പെട്ടി തുറന്ന് തിരുവാഭരണം ഭക്തജനങ്ങളെ കാണിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ ആ ചടങ്ങില്ല. അതിന് പകരം
ഇവിടെ അതായത് ഏകദേശം ഈ വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് 1.5 കിലോമീറ്റർ അകലെയുള്ള കുളനട ഭഗവതി ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ മുൻപിൽ ക്ഷേത്രത്തിന് മുൻപിൽ ഒരുക്കിയിട്ടുള്ള പന്തലിലായിരിക്കും ഈ തിരുവാഭരണം കൊണ്ടുവരിക. ഇവിടെ എത്തിയ ശേഷമായിരിക്കും ഇവിടെ അല്പനേരം ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യമൊരുക്കും. നേരത്തെ 12:45 തന്നെ ചടങ്ങുകൾ ആരംഭിച്ച് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അവിടെ നിന്നും ആരംഭിച്ച ആദ്യ സ്വീകരണ കേന്ദ്രം മണികണ്ഠൻ ആൽത്തറയിലാണ്. അവിടെ അയ്യപ്പ സേവാ സംഘമാണ് ആദ്യ സ്വീകരണം നൽകുക. അയ്യപ്പ സേവാ സംഘം നൽകുന്ന സ്വീകരണത്തിന് തൊട്ട് മുൻപായി വരെ വാദ്യഘോഷങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകില്ല. കാരണം പന്തളം രാജകൊട്ടാരത്തിലെ അംബിക തമ്പുരാട്ടി മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ലളിതമാക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും അവിടെ നിന്നും മണികണ്ഠൻ ആൽത്തറയിൽ നിന്നും കുളനട ക്ഷേത്രത്തിലേക്ക് വാദ്യമേള ഘോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഇവിടെ നിന്നാണ് കാനനപാതയിലൂടെ നാളെ മകരസംക്രാന്തി ദിവസം മറ്റന്നാൾ വൈകിട്ട് സന്ധ്യയ്ക്ക് സന്നിധാനത്തേക്ക് എത്തുക. അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ സന്ധ്യയ്ക്ക് ചാർത്തിയ ശേഷമായിരിക്കും പിന്നീട് മകരജ്യോതി മലമുകളിൽ തെളിയുക. അത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നിലവിൽ ഇത്തവണ പന്തളം കോയിക്കൽ ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തിയിട്ടുള്ളത് ഈ കുളനട ക്ഷേത്രത്തിലാണ്. കാരണം ഇവിടെയാണ് ഇത്തവണ ഈ തിരുവാഭരണം തുറന്നു കാണിക്കുന്ന ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രജിൻ, ശരി. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളത്തും പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മനീഷ് മഹിപാലും ശ്രീകുമാറിനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. വാർത്താമഴ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നും പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നുണ്ട്. കൊച്ചിയിലും പാലക്കാട്ടുമാണ് പ്രതിഷേധം. ഇപ്പോൾ കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയ സംസാരിക്കുകയാണ്. ശ്യാംകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം, വലിയ പ്രതിഷേധം ഇന്നുമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും. പാലക്കാടും ഒപ്പം എറണാകുളത്തുമുണ്ട്. കൊച്ചിയിൽ ഈ പ്രതിഷേധത്തിൽ ആരൊക്കെ പങ്കെടുത്തു? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചോ? ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറത്തെ പ്രതിഷേധമുണ്ട്. DCC പ്രസിഡന്റുണ്ട്, ഹൈബീഡിനുണ്ട്, ആലുവ MLA ഉണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് ഇങ്ങോട്ട് എത്തിയത്. പ്രതിഷേധക്കാർ ആദ്യം ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറാനും പോലീസിനെ പ്രകോപിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് അവരെ ശാന്തരാക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടന യോഗമാണ് നടക്കുന്നത്. അതിന് ആ യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ആളുകളുടെ എണ്ണം കൊണ്ടും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. അത് പോലീസ് ബാരിക്കേഡ് റോഡിൽ തടയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് അവിടെ തുടരുകയാണ്. പ്രജിൻ, ശരി. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എബിൻ ജോസ് കൂടി ചെയ്യുന്നുണ്ട്. എബിൻ, പ്രതിഷേധ മാർച്ച് അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ അത് കാണാം. മുഹമ്മദ് ഷിയ സംസാരിക്കുന്നുണ്ട്. ഒരു സംഘർഷ സാധ്യത നിലവിലുണ്ടോ അവിടെ? കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ശ്യാം നൽകിയ വിവരം. ബാരിക്കേഡുകൾ കൃത്യമായി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പോലീസ് വരെ തടഞ്ഞിരിക്കുകയാണല്ലോ, അല്ലേ? വലിയ തോതിലുള്ള മാർച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. ജലവീരങ്കി അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഈ മാർച്ച് ശാന്തമായ രീതിയിലാണ് പുരോഗമിക്കുന്നത്. ശരി, ശബ്ദത്തിൽ വ്യക്തതക്കുറവുണ്ട്. എന്നാലും വലിയ പ്രതിഷേധം നടക്കുന്നു. എന്നാൽ സംഘർഷ സാധ്യത നിലവിലില്ല. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് എറണാകുളത്ത്, കൊച്ചിയിൽ ഒരുക്കിയിട്ടുണ്ട്. കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസിൻ്റെത് നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം വഴിക്കടവിൽ പുലി ഇറങ്ങി എന്ന സംശയം. നെല്ലിക്കുത്ത് 2-ാം പാടത്ത് റോഡിൽ പുലിയെ കണ്ടെന്ന് ബൈക്ക് യാത്രികൻ പറയുന്നു. അപ്രതീക്ഷിതമായി മുന്നിൽ ചാടിയ പുലിയെ ഇടിച്ച് ബൈക്ക് മറിഞ്ഞു എന്നാണ് മണിമൂലി സ്വദേശി പന്താർ അസർ പറയുന്നത്. കാലിന് പരിക്കേറ്റ അസർ ഇപ്പോൾ ചികിത്സയിലാണ്. പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ ഭാഷ്യം. സമീർ ബിൻ കരീം നൽകും മലപ്പുറത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ. സമീർ, ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണോ ഇത്? പുലി ഇറങ്ങി എന്ന് പറയുന്നു. പുലിയെ നേരിൽ കണ്ടു, മാത്രമല്ല ബൈക്ക് ഇടിച്ചു, ബൈക്ക് മറിഞ്ഞു എന്നാണ് ഈ യാത്രക്കാരൻ പറയുന്നത്. എന്താണ് സംഭവം? ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ വഴിക്കടവ് ഭാഗത്തിലൂടെ ബൈക്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ അസർ എന്ന് പറയുന്ന യാത്രക്കാരന്റെ ബൈക്ക് പുലിയെ ഇടിക്കുകയും തുടർന്ന് പരിക്കേൽക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ അസർ വ്യക്തമാക്കുന്നത്. അസറിന്റെ കാലിന് പരിക്കേൽക്കുകയും അദ്ദേഹം ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്.
ഇദ്ദേഹത്തിന്റെ തുടയുടെ എല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ വനം വകുപ്പ് പറയുന്നത് പുലിയാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ റോഡിലായതുകൊണ്ട് തന്നെ ഈ പുലിയുടെ അല്ലെങ്കിൽ പുലിയെ സംശയിക്കുന്ന ജീവിയുടെ 3 കാലുകൾ ടാർ ചെയ്ത റോഡിന്റെ ഭാഗത്തും 1 കാൽ മാത്രമാണ് ഈ റോഡിന് പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1 കാൽപ്പാടുകൾ വെച്ചുകൊണ്ട് വനംവകുപ്പിന് കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. പുലിയാണെന്നാൽ വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നില്ല. വഴിക്കടവിലാണ് ഈ സംഭവം ഉണ്ടായത്. MT വാസുദേവൻ നായരുടെ വിമർശനങ്ങൾ കേരളത്തെക്കുറിച്ചല്ല നിലപാടുറച്ച് LDF. കേരളത്തിൽ ഏകാധിപത്യ പ്രവണത ഇല്ലെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. MT വാസുദേവൻ നായരുടെ വിമർശനത്തിന് പിന്നാലെ KLF വേദിയിൽ തന്നെയാണ് P രാജീവിന്റെയും പ്രതികരണമുണ്ടായത്. MTയുടെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ പറ്റിയുള്ള പ്രതീക്ഷകളാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. MT വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തിയതാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അദ്ദേഹം കോഴിക്കോടിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു എഴുത്തുകാരനല്ല, കേരളത്തെക്കുറിച്ച് മാത്രം ഓർക്കുന്ന ഒരു എഴുത്തുകാരനല്ല. അദ്ദേഹം അന്ന് എഴുതിയത് ഇന്ത്യയിൽ വളർന്നു വരുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠകളാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിലും ആ പ്രവണതകൾ കാണുമ്പോൾ അത് അദ്ദേഹം സമൂഹത്തെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ വ്യക്തിയെയോ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു ചെറിയ മനസ്സുള്ള ആളാണ് MT എന്ന് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അനാദരവുമാണ്. MTയെ പോലെ ഒരാൾ വിമർശിച്ചിട്ട് പോലും നന്നാകുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. എന്നാൽ ഈ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ 24നോട് പറഞ്ഞു. കേരളത്തിലെ സാഹചര്യങ്ങളാണ് MT ചൂണ്ടിക്കാട്ടിയതെന്നും V മുരളീധരൻ. ഇപ്പോൾ EMSുമായിട്ട് താരതമ്യം ചെയ്യുന്നതിലൂടെ തന്നെ വളരെ കൃത്യമായിട്ട് MT ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ സാഹചര്യങ്ങളാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ മാത്രമല്ല, കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ളൊരു വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ലാത്തതാണ് എന്നുള്ള ഒരു പരാമർശം, ഒരു വ്യംഗ്യമായിട്ടുള്ള ഒരു പരാമർശം, ആ പരാമർശം വന്നിട്ടുണ്ട്. ഇത് BJPക്കോ നരേന്ദ്രമോദിക്കോ ബാധകമേ അല്ല. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വിവാദങ്ങൾ പുത്തരിയല്ലെന്ന് രവി DC പ്രതികരിച്ചു. എഴുത്തുകാർ എന്തു പറയും പറയില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലെന്നും രവി DC പറഞ്ഞു. ദീപക് ധർമ്മട നൽകും കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും. ദീപക്, MT നടത്തിയ KLF വേദിയിലെ വിമർശനം, പരാമർശങ്ങൾ, അതിൽ ഇത്രനാൾ ഇന്നലെയുമൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ ആൾക്കാരുടേതായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു. LDF നേതാക്കളെല്ലാം തന്നെ ആ വിമർശനം അത് സംസ്ഥാന സർക്കാരിനെ ഉദ്ദേശിച്ചതല്ല, അല്ലെങ്കിൽ കേരളത്തെ ഉദ്ദേശിച്ചതല്ല എന്ന് വ്യക്തമായി പറയുന്നു. അപ്പോഴും പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഈ വിഷയത്തിൽ LDF നിലപാടും പ്രതിപക്ഷത്തിന്റെ നിലപാടും എന്താണ്? പ്രജിനിതിൽ ഇടതുമുന്നണിയുടെ നിലപാട് കേരളത്തിന്റെ സാഹചര്യമല്ല MT പറഞ്ഞത് എന്നുള്ളതും MT നേരത്തെ പറഞ്ഞതാണ് എന്നുള്ളതുമാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇന്ന് KLF വേദിയിൽ തന്നെ MTക്ക് മറുപടി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഏകാധിപത്യ പ്രവണത ഇല്ലെന്നും അതായത് ഭരണഘടനാപരമായ സംവിധാനങ്ങളെ, ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കുന്നത് കേന്ദ്രമാണെന്നും P രാജീവ് ഇന്ന് KLF വേദിയിൽ തന്നെ നിയമമന്ത്രി, വ്യവസായ മന്ത്രി P രാജീവ് പറയുന്നു. മാത്രവുമല്ല, AK ശശീന്ദ്രൻ മന്ത്രി പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് MT ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനെ കേരളത്തിൽ ചുരുക്കുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമാണ്. അതുകൊണ്ട് അതിൽ കുരുക്കാതെ, ഈ രാഷ്ട്രീയ താല്പര്യത്തിൽ കുരുക്കാതെ MTയുടെ സ്വതന്ത്ര ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് കേന്ദ്രമന്ത്രി V മുരളീധരൻ വളരെ കൃത്യമായി തന്നെ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ല ലക്ഷ്യം വെച്ചത് എന്നും വിമർശിച്ചത് എന്നും പറയുന്നു. ഉദാഹരിച്ചത് EMSനെ ആയതുകൊണ്ട് തന്നെ മോഡിയെ അല്ല എന്ന വ്യാഖ്യാനമാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ നൽകിയത്. MT വിമർശിച്ചിട്ടും നന്നാവുന്നില്ല എന്ന് സർക്കാരിനെ പരിഹസിക്കുകയായിരുന്നു VD സതീശൻ ചെയ്തത്. എന്നാൽ വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് CPIMന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കൂടുതൽ CPIM നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ, ഘടകകക്ഷി നേതാവായ AK ശശീന്ദ്രൻ
പറഞ്ഞത് വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതും MT-യെ സ്വതന്ത്രമായി വിടണമെന്നാണ്. പക്ഷേ എന്നാൽ ഈ വേളയിലും MT ഒരു ആശയ വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല ഈ KLF-ന്റെ മുഖ്യ സംഘാടകനായ DC ബുക്സിന്റെ ഉടമ DC രവി പറഞ്ഞത് വിവാദങ്ങൾ പുത്തരിയല്ല. ശരി, ദീപധരണമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ ശശി തരൂരിന്റെ കൂടി പ്രതികരണ വിഷയത്തിൽ വന്നിട്ടുണ്ട്. MT ഉദ്ദേശിച്ചത് ഡൽഹിയിൽ ഒരാളെയും ഒപ്പം കേരളത്തിൽ ഒരാളെയും കുറിച്ചാണ് എന്ന പരോക്ഷമായ രീതിയിലുള്ള പ്രതികരണമാണ് ശശി തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി കാണാം. നമസ്കാരം.